എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ഭക്തജനങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഓൺലൈനായി നിങ്ങളുടെ പ്രശ്നങ്ങൾ കബഡി വെച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ വീടും പരിസരത്ത് ഈ ആഭിചാര ദോഷങ്ങൾ കൂടുതലായിട്ട് ഉണ്ടെന്ന് അറിയാൻ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലടക്കാൻ പറ്റും. അതായത് 27 നക്ഷത്രക്കാർക്കും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ രാവിലെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും സന്തോഷത്തോടെ ഇറങ്ങിപ്പോകും, പരസ്പരം വേണ്ടി. പക്ഷെ വീട്ടിൽ പല ആൾക്കാരും പല ജോലികൾ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിലുള്ള അംഗങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കായിരിക്കും. ഒരാൾ പറയുന്ന കാര്യം അടുത്ത ആൾക്ക് പിടിക്കത്തില്ല. അപ്പോൾ അതിനെ ചൊല്ലി ഏകദേശം ഒരു 10-11 മണി കിടക്കുന്നവരെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വീട്ടിൽ വഴക്കുകൾ ഉണ്ടാകുക, സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകുക, വീട്ടിലെ ഗൃഹോപകരണങ്ങളൊക്കെ ചീത്തയാകുക, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെക്കുന്ന ആഹാരങ്ങൾക്ക് രുചി ഉണ്ടാകാതിരിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന അവിടെ ജോലി ചെയ്യുന്ന അമ്മമാർ ചേച്ചിമാരുണ്ടെങ്കിൽ അവർക്ക് അസുഖങ്ങൾ മാറാതിരിക്കുക. അതായത് നമ്മൾ ആശുപത്രിയിൽ പോയി വീണ്ടും വീണ്ടും കാലാവസ്ഥയിൽ വരുന്ന പനി വിട്ടുമാറുന്നില്ല, ശ്വാസം മുട്ടൽ, അതെല്ലാം ചൊവ്വാഴ്ച വെള്ളിയാഴ്ച നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് കൈമുറിയുന്നത് നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കും. പക്ഷേ ഇതിൽ കൂടുതലായിട്ട് ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈ മുറിഞ്ഞുകൊണ്ടിരിക്കുക, അസുഖങ്ങൾ വന്നാൽ തന്നെ മാറാൻ പാട്. അപ്പം ആ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആഭിചാര ദോഷം ഉണ്ടെന്നാണ് ഇതിൻ്റെ സൂചനകൾ. അപ്പോൾ ആഭിചാര ദോഷത്തിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ ആഭിചാര ദോഷങ്ങൾ മാറ്റിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് നമ്മൾ 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ ആഭിചാര ദോഷം ഉണ്ടെങ്കിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. ആ വീട്ടിൽ എപ്പോഴും വഴക്കായിരിക്കും, വൈകുന്നേരങ്ങളിൽ സമാധാനം ഉണ്ടാകില്ല, പരസ്പരം അംഗങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ കാര്യങ്ങളായി വരും. ആ വീട്ടിലുള്ളവർക്ക് ഉറക്കങ്ങൾ കുറവായിരിക്കും. ഏകദേശം ഒരു 5 മണി 3 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ ഉറക്കം വരുന്നത്. വീണ്ടും 5 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും ജോലിക്ക് പോകാനുള്ള തിരക്ക്. അപ്പോൾ രാവിലെ സാധാരണ രീതിയിലാരും പോയവർ വീട്ടിൽ വരുമ്പോഴത്തേക്ക് പരസ്പരം വഴക്കുകൾ ഉണ്ടാകുന്നത്. പിന്നെ രണ്ടാമതായിട്ടുള്ള കാര്യം, വീട്ടിൽ വെക്കുന്ന ഫുഡുകൾ, അതായത് നമ്മൾ എന്ത് വെച്ചാൽ, അതായത് ഇപ്പോൾ മത്സ്യമാംസാദികളാകട്ടെ എന്ത് വെച്ചാൽ അതിന് ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള അമ്മയെ കുറ്റം പറയും, ഇല്ലെങ്കിൽ ഇത് ആരാണ് വെച്ചത്. പിന്നെ വീട്ടിലെ ഗൃഹോപകരണങ്ങൾ, അതായത് ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മൾ നന്നാക്കിയിരുന്നതിനും ചുമ്മാ കേടാകുക. വീട്ടിൽ നിൽക്കുന്ന ചേച്ചിമാർക്ക് അമ്മമാർക്കൊക്കെ അസുഖങ്ങൾ മാറാതിരിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രധാനമായിട്ട് സാമ്പത്തിക നഷ്ടങ്ങൾ അടിക്കടിക്ക് ഉണ്ടാകുക. സാലറി കിട്ടുന്ന സമയത്ത് നഷ്ടങ്ങൾ കൂടി വരുന്നതുകൊണ്ട് കടബാധ്യത കൂടി വരിക. അപ്പം നമ്മുടെ വീട്ടിൽ സൗകര്യം സമാധാനമില്ലാത്ത ആഭിചാര ദോഷങ്ങൾ കൊണ്ട് ഇങ്ങനെ കൂടുതലായിട്ടുണ്ടാകുക. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നമ്മുടെ വീട്ടിൽ കുന്തിരിക്കം, അതായത് കുന്തിരിക്കം മേടിച്ച് ചിരട്ട കണലാക്കി കുന്തിരിക്കം നമ്മുടെ വീടിൻ്റെ എല്ലാ മുറിയിലും ഫാൻ ഇടുമ്പോഴത്തേക്ക് അത് ജസ്റ്റ് ഒന്നും എല്ലായിടും ഒന്നും ആകും. അങ്ങനെ കുന്തിരിക്കം പോയിക്കാം. രണ്ടാമത്തെ കാര്യം, ക്ഷേത്രത്തിൽ നിന്ന് മേടിക്കുന്ന ഗുരുതി, അതായത് ഗുരുതി ഒറ്റത്തവണ ഒരു പേർക്ക് കഴിച്ചാൽ മതി. ആ വീട് സ്ഥലവും ആരുടെ പേർക്കാണ് അവരുടെ പേർക്ക് ഗുരുതി മേടിച്ചിട്ട് നമ്മൾ കരിക്കിനകത്ത് വീടിൻ്റെ വാതിൽക്ക് കുഴിച്ചിടുക. അഥവാ മുറ്റത്ത് കുഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്തജനങ്ങൾ ആ കരിക്കിനകത്ത് ഗുരുതി നല്ലൊരു പാത്രത്തിനകത്ത് എടുത്ത് നമ്മുടെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും 4 മൂലയ്ക്ക് തളിക്കുക. കുറച്ചൊക്കെ ഒന്ന് വീട്ടിൽ തളിക്കുക. പക്ഷേ വീട്ടിൽ തളിക്കുമ്പോൾ മുണ്ടയിലും ഭിത്തിയിലൊക്കെ തളിക്കുമ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. കാരണം വെള്ളപ്പിത്തിയുണ്ടെങ്കിൽ ഗുരുതി റെഡ് കളറാണ്. അതുകൊണ്ട് ചെറിയ രീതിയിൽ വെള്ളം കൂട്ടി ചെറിയ രീതിയിലൊന്ന് തളിച്ച് വിട്ടാൽ മതി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ ആ വീടും സ്ഥലവും ആരുടെ പേർക്കാണ് അവർ വെള്ളിയാഴ്ച ദിവസം ദേവീ ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി ഭദ്രകാളിക്ക് ചുമന്ന പട്ടും അതേപോലെ തന്നെ ചുമന്ന മാലയും കൊടുത്ത് വീടിന് ശാന്തിയും സമാധാനവും കിട്ടാൻ വേണ്ടി ഗ്രഹശാന്തി ഹോമം നടത്തുന്നത് വളരെ അധികം ഉത്തമമാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് കൂടുതലുണ്ടാക്കുന്ന നമ്മുടെ പരിസരവാസികളിൽ നിന്നുള്ള ആഭിചാര ദോഷങ്ങളോ ബന്ധുമിത്രാദികളിൽ നിന്ന് ആഭിചാര ദോഷം കൊണ്ടായിരിക്കും നമ്മുടെ വീടിന് സമാധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ചിലവർക്കൊരു തോന്നലുണ്ടാകും വാസ്തുദോഷം കൊണ്ട് ഇങ്ങനെ വരാം. വാസ്തുദോഷം കൊണ്ട് ഇങ്ങനല്ല. വാസ്തുദോഷത്തിന് വേറെ അതിൻ്റേതായിട്ടുള്ള വേറെ കുറേ ദോഷങ്ങളാണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത് ആഭിചാര ദോഷവും ശത്രുദോഷവും ഉള്ള വീട്ടിലെ ലക്ഷണങ്ങളാണ് ഞാനിത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ ഭക്തജനങ്ങളുടെ വീട്ടിൽ ആഭിചാര ദോഷങ്ങളും ശത്രുദോഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, ഈ ലക്ഷണങ്ങളുണ്ടെങ്കിൽ അടുത്ത ക്ഷേത്രത്തിൽ പോയി ശരിയായ രീതിയിൽ തന്നെ പരിഹാര കാര്യങ്ങൾ ചെയ്യുക. ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഇങ്ങനെ കൂടുതലായി വർദ്ധിച്ച് നമ്മൾ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും വീണ്ടും കടബാധ്യതയിലേക്ക് പോകും. പിന്നെ ഇതിൽ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. നിങ്ങളുടെ ഈ വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ പേര് വെച്ച് ശരിയായ രീതിയിലുള്ള പരിഹാരങ്ങളും കാര്യങ്ങളൊക്കെ കബഡി വെച്ച് ഓൺലൈൻ വഴി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ വരുന്നതാണ്.